അച്ചാറിടാനായി മുറിച്ച് വെച്ച മാങ്ങ 2 പീസ് എടുത്തിട്ട് പോയി ഒരു മൂലയ്ക്കിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മാങ്ങ എടുത്തത്. പക്ഷേ എൻ്റെ സങ്കല്പങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് പല്ലു കൊച്ചുന്ന പുളിപ്പായിരുന്നു ആ മാങ്ങയ്ക്ക്. അതുകൊണ്ട് ഒരു പീസിൻ്റെ മുഴുവൻ പോലും കഴിക്കാതെ ഞാൻ ക്വിറ്റ് ചെയ്തു ഗൈസ്. പറ്റില്ല, ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇത് ശ്രീകുട്ടൻ്റെ സ്റ്റിക്കി നോട്ടാണ്, ഞാൻ തന്നെ ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷെ അവൻ ഉപയോഗിക്കുന്നില്ല, അപ്പോൾ ഞാനെടുത്തു. ഇനിയിപ്പോൾ ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു ചായ കുടിച്ചിട്ട് ബാക്കി സംസാരിക്കാം അല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഒന്ന് പുറത്ത് പോയിട്ട് വന്നുകൊണ്ടാണ് ഈ ഡ്രസ്സ്, അല്ലെങ്കിൽ വല്ല കോഞ്ഞാട്ട ലുക്കിലും ആയിരിക്കും. ഇതും അമ്മയുടെ സാരി തന്നെയാണ്, അനിയത്തി തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. നന്നായിട്ടുണ്ടോ? കുറച്ച് പേരൊക്കെ മതിലിൻ്റെ അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, നേരിട്ട് ചോദിച്ചവരാണ്. അപ്പോൾ ഇതാണ് മതിലിൻ്റെ അപ്ഡേറ്റ്. തേച്ച് പകുതി ആയിട്ടേ ഉള്ളൂ. ഇനി ഫ്രണ്ട് ഭാഗം തേക്കാനുണ്ട്, സൈഡിൽ കുട്ടിമതിലൊന്നും തേച്ചിട്ടില്ല, പിന്നെ വെള്ളയടിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മുറ്റം പണി, അങ്ങനെ ഒരുപാട് പണികളുണ്ട് ബാക്കി. കുറച്ച് നാൾ മുമ്പ് വരെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കുമെന്നറിയാൻ 3D ഡിസൈനറുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എഞ്ചിനീയേഴ്സിൻ്റെ അടുത്തൊക്കെ കൊടുക്കണമായിരുന്നു. പക്ഷേ ഈ AI-യുടെ വരവോടുകൂടി അതൊക്കെ മാറിയിരിക്കുകയാണ്. നമുക്ക് തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിനെ നല്ല രീതിയിലാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ചേട്ടൻ ചെയ്തു തരും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും AI ചേട്ടനോടാ പറയുക. AI ചേട്ടനുമായിട്ട് നല്ല കൂട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൻ്റെ തന്നെ ഭാഗമാണ്. എന്നാൽ വീട്ടിനകത്തുള്ളതല്ല, വീട്ടിൻ്റെ പുറത്ത് നമ്മുടെ മില്ലായിരുന്നു കേട്ടോ. പൊടിപ്പിക്കുന്നതും നെല്ല് കുത്തുന്നതും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ വീട് പണിയും ഒക്കെ ആയപ്പോൾ രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ മെഷീൻസ് ഒന്നുമില്ല. ഇപ്പം നമ്മുടെ ആക്രി സാധനങ്ങൾ അതിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആക്രി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ആരും എനിക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കരുത്. കാരണം വെള്ളം വെറുതെ വേസ്റ്റ് ആക്കുന്നു എന്ന് പലർക്കും തോന്നാം. ഇത് വെറുതെ വേസ്റ്റ് ആക്കുകയല്ല. ഈ സൈഡ് നമ്മളൊന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നല്ല വെള്ളം വേണം. അങ്ങനെ നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം ഇവിടെ മണ്ണ് കുത്തി ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ. അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ചെടികളൊക്കെ വരുമ്പോൾ നല്ല സെറ്റാവും, ഏസ്തെറ്റിക് ലുക്കാവും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ചേട്ടനോട് തന്നെ ചോദിക്കാമല്ലേ ഈ ഭാഗം എങ്ങനെ ഇരിക്കും എന്ന്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഇന്ന് എന്തൊക്കെ പരിപാടി ഞാൻ ചെയ്തു എന്നുള്ളതൊക്കെ ടിക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സ്റ്റിക്കി നോട്ട് പറിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്? എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഇനി 2 പരിപാടിയും കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പണി ഡൺ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എന്തായാലും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.